ഞാൻ കഴിഞ്ഞ ആഴ്ച കാസർഗോഡ് ടൗണിലുള്ള ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ പോയിട്ടുണ്ടായിന്. അപ്പോൾ ആടുന്ന് നല്ല സോഫ്റ്റ് ദോശയും ചട്നിയും സാമ്പാറും കഴിച്ച്. ഞാൻ സാധാരണ നല്ല പാങ്ങുള്ള ദോശ തന്നെ ചുടലുണ്ട്. പക്ഷേ ഈ ദോശ തിന്നിട്ടാകുമ്പോൾ എനിക്ക് എന്തോ ഒരു ഇഷ്ടം തോന്നി. ഈ റെസിപ്പി നിങ്ങൾക്ക് എത്തിക്കണമെന്നും തോന്നി. അപ്പം ഞാൻ എന്താക്കിയെന്ന് പറഞ്ഞെങ്കിൽ അടുത്ത സാമി എൻ്റെ ഭർത്താവിൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ ഓരോടി കാര്യം പറഞ്ഞു എനിക്ക് ഇതിൻ്റെ റെസിപ്പി തരുമോയെന്ന്. അങ്ങനെ ഓരെന്നോട് പറഞ്ഞ് അതിൻ്റെ അടുക്കളയിൽ പോയിട്ട് ചോദിച്ചോ ഭണ്ടാരി പറഞ്ഞിരുന്നു. അങ്ങനെ കിട്ടിയ റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ഞാൻ സാധാരണ ഉണ്ടാക്കുന്ന അതേ രീതി തന്നെയാണ് ഓറ് പറഞ്ഞത്. പക്ഷേ നല്ല പ്രധാനപ്പെട്ട 3 ടിപ്സ് എനിക്ക് ഓറ് പറഞ്ഞു തന്ന്. ആ പറഞ്ഞെന്ന പോലെ ഞാനും ദോശ ഉണ്ടാക്കി. അപ്പോൾ അതിന് ആദ്യം വേണ്ടത് ഇഡ്ഡലി റൈസ്. നല്ല ഇനം പച്ചരി കിട്ടിയെങ്കിൽ ഇഡ്ഡലി റൈസിൻ്റെ ആവശ്യമില്ല. ഇങ്ങനെ ഒട്ടുന്ന അരിയെല്ലാം ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ അരി എടുക്കണ്ട. ഇത് 250 ml മെഷർമെൻറ്റ് കപ്പിൽ 3 കപ്പ് ലെവലായിട്ട് ഞാൻ അരി എടുത്ത്. ഇനി അരി നല്ലോണം കൗവണം. കയ്യതിന് ശേഷം മാത്രം പൊത്തിയാൽ മതി, അതായത് കുതിർത്താൽ മതി. മനസ്സിലായില്ലേ? ഇനി അതേ കപ്പിൽ 250 ml മെഷർമെൻറ്റ് കപ്പിൽ 1 കപ്പ് ഉഴുന്നാണ് എടുത്തിട്ടുള്ളത്. മനസ്സിലായല്ലോ? അതും ലെവലായിട്ട് തന്നെ എടുക്കണം. രണ്ടും നല്ലോണം കയ്യതിന് ശേഷം മാത്രം പോത്തിയിട്ട് വെക്കണം. പിന്നെ ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് 1 ടീസ്പൂൺ ഉലുവ. അതും കൈയിട്ട് പോത്തണം. പക്ഷെ അത് ഇപ്പോൾ പോത്തിയിട്ട് എടുക്കാൻ പാടില്ല. നമ്മൾ ദോശക്ക് അരി അരക്കുന്നതിൻ്റെ 1 മണിക്കൂർ മുന്നേ കൈയിട്ട് കുറച്ച് വെള്ളത്തിൽ കുതിർത്താൽ മതി. ഇപ്പോൾ അരിയും ഉഴുന്നെല്ലാം നല്ലോണം കയ്യതിന് ശേഷം ഞാൻ കുതിരാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. ഇനി ടിപ്സ് മനസ്സിലാക്കണം. ഉഴുന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഒരു 3 മണിക്കൂർ മാത്രം പുറത്ത് കുതിരാൻ വെക്കണം. 3 മണിക്കൂറിന് ശേഷം ഉഴുന്ന് എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെക്കണം. എന്നിട്ട് നല്ലപോലെ തണുപ്പിച്ചിട്ട് എടുക്കണം. 8 മണിക്കൂറാണ് അരിയും ഉഴുന്നും കുതിരാൻ വെക്കേണ്ടത്. അരക്കുന്നതിൻ്റെ 1 മണിക്കൂർ മുന്നേ ഉലുവ ഞാൻ കൈയിട്ട് പോത്തിയിട്ട് വെച്ചിട്ടുണ്ടായിന്. അത് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത്. പിന്നെ കൈയിട്ട് വെച്ച് ഉഴുന്നുണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കണം. പിന്നെ രണ്ടാമത്തെ ടിപ്സ്, നമ്മൾ ഉഴുന്ന് പോത്തിയിട്ട് വെച്ച വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളമാണ് നമ്മൾ അരക്കുന്ന സമയത്ത് ഒഴിച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ പ്രധാനപ്പെട്ട 2 കാര്യം ശ്രദ്ധിക്കണം. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് അരച്ചിട്ട് എടുത്തിട്ടാകുമ്പോൾ നല്ല പതഞ്ഞിട്ട് ഉഴുന്ന് കിട്ടും. മനസ്സിലായില്ലേ? കുറേ കട്ടിക്ക് അരക്കണ്ട, അതേപോലെ കുറേ ലൂസാക്കിയിട്ടും അരക്കണ്ട. നല്ലോണം നൈസായിട്ട് അരച്ചിട്ട് ഒരു വലിയ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്ത്. ഇനി മിക്സിൻ്റെ ജാറിലേക്ക് അരി ഇട്ട് കൊടുക്കണം. അരി അരക്കുന്ന സമയത്തും ഉഴുന്ന് കുതിർന്ന വെള്ളം ഉണ്ടല്ലോ, അതന്നെ ഒഴിച്ചിട്ട് കൊടുക്കണം. അരി ജസ്റ്റ് ഒന്ന് അരിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ചോറ് ഇട്ടിട്ട് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 3 കപ്പ് പച്ചരി 1 കപ്പ് ഉഴുന്നാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ചോറ് അരിൻ്റെ നേരെ പാതി 3 കപ്പിന് 1.5 കപ്പ് ചോറാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. മനസ്സിലായല്ലോ? ഇനി അതും കൂടി ഇട്ടിട്ട് നല്ലോണം അരച്ചിട്ടെടുക്കണം. ദോശയ്ക്ക് അരക്കുന്ന സമയത്ത് നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ട് എടുക്കണം. അതാണ് 3ാമത്തെ ടിപ്സ്. ഇനി നമ്മളെ കൈ കൊണ്ട് തന്നെ നല്ലോണം ഇളക്കി യോജിപ്പിക്കണം. 5 മിനിറ്റ് കൈയോട് നല്ലോണം ഇളക്കി യോജിപ്പിക്കണം. പിന്നൊരു കാര്യം കൂടി പറഞ്ഞുതരാം. ബീറ്ററുണ്ടല്ലോ, എഗ് ബീറ്റർ, അത് വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ബീറ്റാക്കിയെങ്കിൽ നല്ല പോലെ പതഞ്ഞിട്ട് കിട്ടും. ഇതാ കൈ ഇട്ടിട്ട് ഞാൻ നല്ലോണം മിക്സാക്കിയിട്ടുണ്ട്. അപ്പോൾ വെള്ളം കൂടിപ്പോണ്ട. ഇനി നമുക്ക് മൂടി വെച്ചിട്ട് 8 മണിക്കൂർ വെയിറ്റ് ആക്കണം. ചൂടുള്ള കാലമായതുകൊണ്ട് അപ്പക്കാരൊന്നും ചേർക്കണ്ട. ഇനി തണുത്ത കാലം, മഴക്കാലം അങ്ങനെ ഉണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ അപ്പക്കാരം ചേർത്ത് കൊടുക്കുക. 8 മണിക്കൂറിന് ശേഷം പതഞ്ഞ മാവ് കണ്ടല്ലോ, സർഫ് സോപ്പെല്ലാം പതപ്പിച്ചെടുത്ത പോലത്തെ അടിപൊളി മാവ് റെഡിയായി. അപ്പോൾ ഞാൻ പറഞ്ഞ ഈ ടിപ്സൊന്നും മറക്കാണ്ട് ഫോളോ ചെയ്യണം. മുഴുവൻ കണ്ടതിന് ശേഷം മാത്രം മാവ് അരച്ചിട്ട് എടുക്കണം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഇതിൻ്റെ പതിയൊന്നും അടങ്ങാത്ത രീതിയിൽ സോഫ്റ്റായിട്ട് ഒന്ന് കലക്കിയെടുക്കണം. അങ്ങനെ പെട്ടെന്നൊന്നും താണു പോകുന്ന മാവല്ല ഇത്. എന്നാലും കയ്യിലിട്ട് കുറേ ഇളക്കണ്ട, സാവധാനത്തിൽ മിക്സാക്കിയിട്ട് എടുത്താൽ മതി. ഇനി നമുക്ക്
ചെറിയൊരു പാത്രത്തിലേക്ക് ആവശ്യത്തിനുള്ള മാവ് ഒഴിച്ചു കൊടുക്കുക. ഇത്രയും കൂടുതൽ മാവിൻ്റെ ദോശയൊന്നും എനിക്ക് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ആവശ്യത്തിന് മാവെടുത്തിട്ട് ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചാൽ ആവശ്യാനുസരണം എടുത്തിട്ട് ദോശ ഉണ്ടാക്കുക. ഈ മാവിൽ ദോശ ഉണ്ടാക്കിയാൽ എല്ലാവർക്കും തീർച്ചയായിട്ടും നല്ല പൂ പോലെ സോഫ്റ്റായിട്ടുള്ള ഇഡ്ഡലിയും ദോശയും എല്ലാം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇനി ഇഡ്ഡലിയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അല്പം തരിയോട് കൂടി അരച്ചെടുത്താൽ മതി. ഇതാ ഞാനിവിടെ ചെറിയൊരു പാത്രത്തിലേക്ക് ബാറ്റർ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാം. ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന ആൾക്കാർക്കും ഈ വീഡിയോ കണ്ടാൽ തീർച്ചയായിട്ടും ഫുൾ സക്സസ് ആയിട്ട് ദോശ ഉണ്ടാക്കാൻ പറ്റും. ഇനി ദോശ ചട്ടിയോ നോൺ സ്റ്റിക്കിൻ്റെ പാനോ നിങ്ങൾ എന്തിലാണ് ദോശ ഉണ്ടാക്കുന്നത് അത് ചൂടാവാൻ വേണ്ടിയിട്ട് വെക്കണം. നോൺ സ്റ്റിക്കിൻ്റെ പാനിലാണ് ദോശ ഉണ്ടാക്കുന്നതെങ്കിൽ ഓയിൽ തേച്ചിട്ട് ദോശ ഉണ്ടാക്കാൻ പാടില്ല. അപ്പം അങ്ങനെ ആകുമ്പോൾ നമ്മിങ്ങനെ ദോശ ചുറ്റിക്കുന്ന സമയമുണ്ടല്ലോ, മാവ് തവിയിലോട്ട് അതായത് കയ്യിലോട്ട് ഒട്ടിപ്പിടിക്കും. അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ദോശ ചട്ടിയിലാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ അയാൾ പറഞ്ഞെന്ന പിന്നൊരു ടിപ്സ്, ദോശ കൂടുതൽ തിന്നായിട്ട് പരത്തിയെടുക്കാൻ പാടില്ല. അല്പം കട്ടിക്ക് തന്നെ ഒന്ന് ഒഴിച്ചിട്ട് ഇങ്ങനെ പരത്തിയാൽ മതി. ഓക്കെ അല്ലേ? പിന്നെ പറഞ്ഞത് ഒരു 10 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം മാത്രം മൂടി വെക്കണം. അപ്പോൾ ഇങ്ങനെ ഓൾസെല്ലാം നല്ലോണം കണ്ടല്ലോ, ഈ രീതിയിൽ ഓൾസെല്ലാം വീണതിന് ശേഷം മാത്രം മൂടി വെച്ചാൽ മതി. ഇനി മൂടി വെച്ചിട്ട് മാക്സിമം 30 സെക്കൻഡ്. അപ്പോൾ അതിനുള്ളിൽ തന്നെ ദോശ നല്ലോണം കുക്കായിട്ട് കിട്ടും. മീഡിയം തീയിൽ വെച്ചിട്ട് മാത്രം ദോശ ഉണ്ടാക്കണം. ഇതാ ഇപ്പോൾ ദോശ കണ്ടല്ലോ, ബന്ന് ബ്രെഡെല്ലാം പൊന്തിയിട്ട് വരുന്ന പോലെ എന്തോ ഒരു ചേല പൊന്തിയിട്ട് വന്ന് നോക്കിയാൽ ഇതിലേക്ക് ഈസ്റ്റ് അപ്പക്കാരൊന്നും ചേർത്തിട്ടാലോ അങ്ങനെയല്ല അമ്മ ചുട്ടത്. അപ്പോൾ നിങ്ങൾക്കും അടിപൊളിയായിട്ട് ദോശ ഉണ്ടാക്കാൻ പറ്റും. ഇനി ഒരു ദോശ എടുത്ത് കഴിഞ്ഞാൽ നോൺ സ്റ്റിക്കിൻ്റെ പാന് ഒരു തുണിയോട് നല്ലപോലെ തോർത്തിയിട്ട് എടുക്കണം. വീണ്ടും മാവ് ഒഴിച്ചിട്ട് ഒരു 30 സെക്കൻഡ് ദോശ വേവിച്ചിട്ട് എടുക്കണം. ഫുള്ള് കണ്ണ് വീണിട്ടുള്ള അടിപൊളി ദോശയാണിത്. അപ്പോൾ എല്ലാവർക്കും ഇതേപോലെ തന്നെ ഉണ്ടാക്കാം. നിങ്ങളെല്ലാവരും ഞാൻ പറഞ്ഞ ഈ ടിപ്സ് എല്ലാം ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഈ ദോശ ഉണ്ടാക്കിയിട്ട് നോക്കണം. പിന്നെ മൂടുന്നതിനേക്കാൾ മുമ്പ് ഇങ്ങനെ ഓൾസെല്ലാം ഫുള്ള് വന്നതിന് ശേഷം മൂടിയാൽ മതി. ഇനി പഞ്ഞി പോലെയുള്ള ദോശ തിന്നാൻ ഹോട്ടലിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. നമ്മളെ കുച്ചില് ഞമ്മക്ക് തന്നെ ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അതേപോലെ നിങ്ങൾക്കെല്ലാം ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്നും ഞാൻ വിചാരിക്കുന്നു. ഇതിൻ്റെ കൂട്ടത്തിൽ നല്ലൊരു അടിപൊളി സാമ്പാറും അതേപോലെ ചട്നിയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് വേറെ ഒരു ഐറ്റവും ആവശ്യമില്ല. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഇനി ഗീ റോസ്റ്റ് വേണമെന്നുണ്ടെങ്കിലും ഇതേ മാവിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഗീ റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ പാന് നല്ലപോലെ ചൂടായി കഴിഞ്ഞാൽ അല്പം വെള്ളം ഒന്ന് കുടഞ്ഞതിന് ശേഷം തുണിയിൽ തുടച്ചിട്ട് എടുക്കണം. എന്നിട്ട് മീഡിയം തീയിലാക്കിയതിന് ശേഷം നല്ല തിന്നായിട്ട് മാവ് ചുറ്റിച്ചിട്ട് എടുക്കണം. അതായത് തിന്നായിട്ട് പരത്തിയിട്ട് എടുത്തിട്ട് കുറച്ച് നെയ്യോ അതല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് അതും ഉണ്ടാക്കി എടുക്കാൻ പറ്റും. എൻ്റെ കുഞ്ഞ് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ഏതെങ്കിലും റെസിപ്പി ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കണം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. പറ്റുമെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. വീണ്ടും കാണാം. ജസാക്കല്ലാഹ് ഖൈർ.